അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയ ഹബീബിങ്ങളെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിസ്കാരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം. എന്തിനാണ് ഞാൻ നിസ്കരിക്കുന്നത്? നമ്മൾ ദിവസം 5 നേരം നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രധാന ചോദ്യമുണ്ട്. ഞാൻ എന്തിനാണ് നിസ്കരിക്കുന്നത്? ജൻ ജന്നത്തിൽ പോകാൻ വേണ്ടിയാണോ? അതായത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ? അതോ ഒരു ബാധ്യത, കടമ പൂർത്തിയാക്കാൻ വേണ്ടിയാണോ? ഒരു എക്സസൈസ് ആയിട്ടാണോ? അതോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനാലാണോ? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ നിസ്കാരത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കും. ഈ ഒരു വീഡിയോ കാണുന്നവരിൽ പല രീതിയിലുള്ള നിസ്കാരക്കാരുണ്ടാവാം. ചിലർക്ക് നിസ്കരിക്കാൻ തന്നെ മടിയാണ്. നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് കയറി കിട്ടാൻ തന്നെ ഒരുപാട് സ്വയം ഫോഴ്സ് ചെയ്യണം. അതും മിക്കവാറും അവസാന സമയത്തൊക്കെ ആയിരിക്കും നിസ്കരിക്കാൻ എത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേടി ഇല്ലാത്തതിനാൽ, മനസ്സിൽ ആ ഒരു ബേജാറില്ല, അള്ളാഹു അടുത്തേക്ക് എത്തണം എന്നുള്ള ആ ഒരു ചിന്ത ഇല്ല. അതുകൊണ്ട് ചിലപ്പം നിസ്കരിക്കാതെ പോകുന്ന ദിവസങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ളവരുണ്ടാവാം. അടുത്ത ആള് നിസ്കരിക്കുന്നുണ്ടാവാം, പക്ഷെ മനസ്സ് മറ്റെവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് കളിക്കുന്നുണ്ടാവും. നിസ്കരിക്കുന്നുണ്ട്, 5 വക്തും നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിൽ മാറ്റമൊന്നും വരുന്നില്ല. മൂന്നാമത്തെ കൂട്ടര് നിസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ ജീവിതത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. ഇങ്ങനെ പല രീതിയിലുള്ള അവസ്ഥയിലുള്ളവരുണ്ടാവാം. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിസ്കാരക്കാർക്ക് ഉള്ള പ്രതിഫലം പല വിധത്തിലാണ്. എന്ന് വെച്ചാല് ചിലർക്ക് മുഴുവനായിട്ടും കിട്ടും, ചിലർക്ക് നാലിലൊരു ഭാഗമാവും, ചിലർക്ക് മൂന്നിലൊരു ഭാഗം, ചിലർക്ക് നാലിൽ 2 ഭാഗം. ഇങ്ങനെ ആയിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പൊ നമ്മളെ ഈ കൂടെ തന്നെ ജീവിക്കുന്നവരിൽ ഒരുപാട് പണമുള്ള കോടീശ്വരന്മാരുണ്ട്, അതേപോലെ തന്നെ പൈസ ഇല്ലാത്ത ദരിദ്രരുണ്ട്. രണ്ടുപേർക്കും അള്ളാഹു ഒരേ സമയ കൊടുത്തിട്ടുള്ളത്, അല്ലെ? അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിലും നമ്മൾ ഒരു ഉം മസ്ജിദിൽ നിസ്കരിക്കുന്നവരെല്ലാം നിസ്കരിക്കുന്നവർ തന്നെയാണ്. പക്ഷെങ്കിൽ അവര് ഒരുക്കൂട്ടുന്ന ആ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ചിലർ കോടീശ്വരന്മാരായിട്ടുണ്ടാവും, ചിലർ പാവപ്പെട്ടവരായിട്ടുണ്ടാവും. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ പ്രധാന കാരണം നമ്മളെ ഹുഷൂവിന്റെ കുറവാണ്, അല്ലെ? നമ്മളെ നിസ്കാരത്തിൽ പ്രതിഫലം കിട്ടാന് നമുക്ക് എന്താണ് വഴി? നമ്മുടെ ഹൃദയം അറിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിസ്കാരം അള്ളാഹുവിന്റെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. പലരും കരുതുന്നത് അള്ളാഹു നിസ്കരിക്കാൻ കൽപ്പിച്ചതിനാൽ ഞാൻ നിസ്കരിക്കുന്നു, അപ്പം ഇത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇതുകൊണ്ട് എന്തോ പ്രയോജനം ഉണ്ടെന്നുള്ള. പക്ഷെങ്കിലേ അള്ളാഹുവിന് നമ്മളെ നിസ്കാരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ നന്ദി കെട്ടവരായാലും അള്ളാഹു നിങ്ങളെ ആവശ്യമില്ലാത്തവനാകുന്നു. ഓക്കെ, നമ്മൾ നന്ദി ഉള്ളവരായാലും നന്ദി ഇല്ലാത്തവരായാലും അള്ളാഹുവിന്റെ അർഷിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു കൂടുതൽ സമ്പന്നനോ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാത്തതിനാൽ കൂടുതൽ ദരിദ്രനോ ആവാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ നിസ്കാരം ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം നിസ്കാരം നമുക്കാണ്. കാരണം നമ്മുടെ ഹൃദയത്തിനാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. ഓക്കെ, നമ്മുടെ ഹൃദയത്തിന് ഒരു മീനിന് വെള്ളം ആവശ്യമുള്ള പോലെ നമ്മളെ ഹൃദയത്തിന് അള്ളാഹുവിന് ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ശരീരമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ മനസ്സുണ്ട്, നെഫ്സ് ഉണ്ട്, അല്ലെ? നമ്മളെ ഇഷ്ടാനിഷ്ടങ്ങൾ തീരുമാനിക്കുന്നത്. ബ്രെയിൻ ഉണ്ട്, തലച്ചോറ്, കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യാനുള്ളത്. ഹൃദയമുണ്ട്, അതുപോലെ റൂഹുണ്ട്, അല്ലെ? ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെങ്കിൽ നമ്മളെ ആരെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്? നമ്മളെ ഇഷ്ടാനിഷ്ടങ്ങളെ, നെഫ്സിനെ നോക്കുന്നു, നെഫ്സിന്റെ ഇഷ്ടങ്ങളെ മുഴുവൻ നടത്തി കൊടുക്കാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു. അതുപോലെ നമ്മളെ ശരീരത്തിന് വേണ്ട ആവശ്യമുള്ളതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഭക്ഷണം, റെസ്റ്റ്, എക്സസൈസ്, ഇതിനൊക്കെ നമ്മൾ തയ്യാറാണ്. എന്നാൽ നമ്മളെ ഹൃദയത്തിന് ആവശ്യമുള്ള എന്താണ്? ഹൃദയത്തിന്റെ ഭക്ഷണം എന്താണ്? അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം, നിസ്കാരം, ഖുർആന്, ദിക്റ്. ഇതാണ് ഹൃദയത്തിന്റെ ഭക്ഷണവും ശ്വാസവും ഒക്കെ എന്ന് പറയുന്നത്. ഹൃദയത്തിന് ജീവിക്കണമെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള കണക്ഷനാണ് വേണ്ടത്. ഈ ഒരു കണക്ഷൻ കിട്ടാതായിരിക്കുമ്പോഴാണ് നമ്മളെ ശരീരത്തെയും മനസ്സിനെയും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ ഹൃദയത്തെ, നമ്മളെ റൂഹിനെ
ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും വരുന്നത്. എല്ലാം കിട്ടിയിട്ടും എനിക്ക് എന്തുകൊണ്ടാ ഇതൊന്നും ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്തിന്റെ ഒരു കുറവുണ്ട്, ഒരു മനസ്സമാധാനമില്ല. എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, താമസിക്കാൻ വീടുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, പക്ഷെങ്കിൽ ഒരു നിറവില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ ഹൃദയത്തിന് സത്യത്തിൽ ഇതിനേക്കാളെല്ലാം വേണ്ടത് അള്ളാഹുവുമായിട്ടുള്ള കണക്ഷനാണ്. നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്ന അള്ളാഹു പറയുന്നുണ്ട്, എന്നെ ആരാധിക്കുക, എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം സ്ഥാപിക്കുന്നുള്ളേ. ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടില്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കും എന്നുള്ളത് അല്ലെ. എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കും എന്നാ പറഞ്ഞത്. എത്ര പേര് നമ്മളെ നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം കൊടുത്ത് നിസ്കരിക്കുന്നുണ്ട്, ഹൃദയവുമായി അള്ളാഹുവും ഹൃദയവുമായി കണക്ട് ചെയ്തിട്ട് നിസ്കരിക്കുന്നുണ്ട്. ദിക്റ് എന്നത് എന്താണ് ശരിക്കലും? ദിക്റ് ശരിക്കലും നാവുകൊണ്ട് പറയലല്ല, ഹൃദയം അള്ളാഹുവിന്റെ സാന്നിധ്യം അനുഭവിക്കലാണ്. ഖുശൂവിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. നിസ്കാരം എന്നത് അള്ളാഹുവെ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നിന്നെ മറന്നിട്ടില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹു നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഓർമ്മിപ്പിക്കണം. കാരണം എന്താ? നമ്മളെ ഹൃദയത്തിനാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. സത്യത്തിൽ നമുക്ക് നിസ്കാരം തന്നത് എന്തിനാണ്? അത് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഒരു കാര്യത്തെ ആരാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ സൃഷ്ടിപ്പ്. നമ്മുടെ ഹൃദയത്തിന് എന്തിനെങ്കിലും ഒന്ന് ആരാധിക്കണം എന്ന് വെച്ചാൽ എന്തിനെങ്കിലും ഒന്ന് അടിമപ്പെട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ഒരു കാര്യത്തിനെയും അടിമപ്പെടാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പം അത് അള്ളാഹു പറഞ്ഞു, എന്റെ അടിമയായിട്ട് ജീവിക്കണം. കാരണം എന്താ? ഒരു മെഷീന് വർക്ക് ചെയ്യുമ്പം അത് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞുതരും, ഇത് ഇങ്ങനെയാണ് നടത്തേണ്ടത്, എന്നാലാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളത്. ഇതേ സംഭവം തന്നെയാണ് നമ്മളെ ലൈഫിൽ നോക്കുമ്പോഴും വരുന്നത്. അള്ളാഹു പറഞ്ഞു, നിങ്ങളെ ശരീരത്തെ, നിങ്ങളെ മനസ്സിനെ അടിമപ്പെടുന്ന രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്റെ അടിമയായിട്ട് എന്നെ ആരാധിച്ച് ജീവിക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ അള്ളാഹുവിൽ അടിമപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിലാവും അടിമപ്പെടുന്നത്? നമ്മളെ ഇച്ഛാശക്തിയില്ലേ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങണം, ആഗ്രഹങ്ങളിലാവും അടിമപ്പെടുക. ഓക്കെ, എനിക്ക് വലിയ നിലയിലെത്തണം, പഠിച്ച് വലിയ നിലയിലെത്തണം, അതായിരിക്കും നമ്മുടെ ഉന്നം. അല്ലെന്നുണ്ടെങ്കിൽ മക്കളെ വളർത്തണം, മക്കളെ കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ കുറെ സ്വത്ത് ഉണ്ടാക്കണം, വലിയ വീടുണ്ടാക്കണം, വലിയ കാർ ഉണ്ടാക്കണം. ഇതൊക്കെ ആവും നമ്മളെ, അങ്ങനെ ഇഷ്ടത്തിന്റെ മേലിലായിരിക്കും നമ്മൾ അടിമപ്പെടുക. അല്ലെങ്കിൽ ഫോണിനോടായിരിക്കും, അല്ലെങ്കിൽ റീൽസ്, അല്ലെങ്കിൽ ഈവൻ എന്ത് ആളുകളോടായിരിക്കും. ഓക്കെ, എന്റെ ഹസ്ബൻഡിനെ നല്ല രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്നെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കണം, അതിനായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അടിമപ്പെടൽ ഉണ്ടാവും. അപ്പം അള്ളാഹു എന്താ പറഞ്ഞത്? അതൊന്നും അല്ല, അവിടെ അല്ല വേണ്ടത്, നിങ്ങൾ എന്റെ അടിമകളാണ്, എന്നെ ആരാധിക്കുവിൻ. അപ്പം ഈ ആരാധനയുടെ ഏറ്റവും നല്ല മാർഗമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മള് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത്, മഹ്ശറയിൽ ചെല്ലുന്ന സമയത്ത് അള്ളാഹു നമ്മളോട് ഫസ്റ്റ് തന്നെ ചോദിക്കുക, നിസ്കാരത്തിന്റെ കണക്ക് ഇങ്ങോട്ട് എടുത്തോന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിസ്കാരത്തെ കുറിച്ചായിരിക്കുന്ന. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനില് നമ്മൾ നിസ്കാരത്തിന്റെ കണക്ക് നോക്കുമ്പം അത് ഉള്ളു പൊള്ളയായ നിസ്കാരങ്ങളുടെ കണക്കായി മാറുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ അന്ന് എത്രത്തോളം നമ്മള് നഷ്ടക്കാരിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, അള്ളാഹു നിങ്ങളെ ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അള്ളാഹു അത്രയും നേർവഴിയിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളെ ഹൃദയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്, അള്ളാഹുവിലേക്ക് ഇനിയും കൂടുതൽ അടുക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും സമയം എന്റെ ഈ ഒരു ക്ലാസ് കേട്ടിരിക്കില്ലായിരുന്നു. നിസ്കാരം സത്യത്തിൽ ഒരു മീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു രാജാവിനെ കൂടിക്കാഴ്ച ലഭിച്ചാല് മണിക്കൂറുകൾക്ക് മുമ്പ് തയ്യാറാവും, ചിലപ്പം ദിവസങ്ങൾക്ക് മുമ്പേ. എനിക്ക് മറ്റന്നാൾ ഒരു രാജാവിനെ കാണാൻ പോവാണ്ട്, അല്ലെ? പക്ഷെ ലോകങ്ങളുടെ രാജാവായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറാവുന്നുണ്ട്? ആ രാജാവിന്റെ മുന്നിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുടെ കഥകൾ പറയോ? ജസ്റ്റ് എ മിനിറ്റ്.
ഓക്കെ ബാക്ക്. അപ്പൊ നമ്മള് ഒരു രാജാവിനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ദിവസങ്ങൾക്ക് മുന്നേ തയ്യാറാവും അല്ലേ? അപ്പൊ നമ്മള് ലോകങ്ങളുടെ രാജാവായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്ര തയ്യാറാവണം? നിസ്കാരം എന്നത് ഒരിക്കലും ഒരു ചലനക്രമമല്ല. അത് അള്ളാഹുവായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്, ഒരു സംഭാഷണമാണ്. നമുക്ക് ചോദിക്കാനുള്ളത് മുഴുവനും ചോദിക്കാനുള്ള ഒരിടം അല്ലെ? അള്ളാഹുവിനോട് നമ്മൾ നിസ്കാരത്തിലൂടെ സംസാരിക്കുന്നു. അള്ളാഹു തിരിച്ച് നമ്മളോട് ഖുർആനിലൂടെ തിരിച്ചു പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് ഉള്ള എല്ലാ കാര്യവും അതിനേക്കാളെല്ലാം വലുത് എനിക്ക് അള്ളാഹു ആണ് എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടുന്ന സമയത്ത്, നമ്മളെ കൈ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം, ഇഹലോകത്തുള്ള കാര്യങ്ങളെല്ലാം പുറകിലേക്കാക്കുകയാണ്. നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ മാധുര്യം നഷ്ടപ്പെടുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ എപ്പോഴും നമ്മളെ ലക്ഷ്യമാണ് മറക്കുന്നത്. നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? നമ്മൾ നിസ്കരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവായിട്ട് സംസാരിക്കലാണ് അല്ലെ? അള്ളാഹുവായിട്ട് ഉള്ള സംഭാഷണം. നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പുറകിലേക്കാക്കിയിട്ട് എനിക്ക് അള്ളാഹു മതി എന്ന് പറയുന്ന ആ ഒരു ഉടമ്പടിയാണ് അള്ളാഹു അക്ബർ. എനിക്ക് അള്ളാഹു ആണ് എല്ലാറ്റിലും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹ് മതി എന്നുള്ള രീതിയിൽ കൈയിട്ടണം. തെക്ബീറത്തുൽ ഇഹ്റാം. നമ്മൾ ഇഹ്റാം എന്ന് ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ടാവും, ഹജ്ജില് പുറയിലാണ് അല്ലെ? ഇഹ്റാം എന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇഹ്റാമിനോട് കൂടിയിട്ട്, ഹലാലായ പല കാര്യങ്ങളും അതോട് കൂടിയിട്ട് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് മാറും. അപ്പം നമ്മളൊരു ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ ഗ്രഹത്തിലേക്ക് അല്ലെ, അള്ളാഹുവിന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ ക്ഷണം കിട്ടിയിട്ട് നമ്മൾ എത്തുതന്നെ, നമ്മൾ അങ്ങോട്ട് ചെല്ലന്നെ. അപ്പൊ നമ്മൾ ഇഹ്റാമിലാവുന്നതോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാത്തതായി വരുന്നു, ചെയ്യാൻ പാടില്ലാത്തതായിട്ട് വരുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് നിസ്കാരം വരുന്നത്. അതുവരെ നമ്മളൊക്കെ അള്ളാഹു അക്ബർ എന്നുള്ള ബാങ്ക് കേട്ട് ആ ശരിക്കും പറഞ്ഞാൽ അതൊരു VIP ക്ഷണാണ്, ക്ഷണക്കത്താണ് നമുക്ക് കിട്ടുന്നത്. അള്ളാഹുവിന്റെ ക്ഷണം കിട്ടി എല്ലാവരും അള്ളാഹുവിനോട് പോയി നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കത് VIP പരിഗണന ഇല്ല അല്ലെ? ലോകരാജാവായ അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള ക്ഷണക്കത്താണ് അള്ളാഹു അക്ബർ എന്നുള്ള അദാൻ എന്ന് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത്. അത് കിട്ടിയിട്ട് നമ്മള് വന്നിട്ട് എല്ലാം പുറകിലാക്കി അള്ളാഹുവിനോട് അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിൽക്കുകയാണ്. ഈ സമയവും നമുക്ക് നിസ്കാരത്തിൽ മാധുര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് റക്കാത്തിന്റെ എണ്ണം, സൂറത്ത് വായിച്ച് തീർക്കല്, സമയം. പക്ഷെ മറക്കുന്നത് അള്ളാഹുവിനാണ്. നമ്മളെ ഹൃദയവും അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ, ഹൃദയം തുറന്ന് ഹൃദയത്തോട് കൂടിയിട്ട് അള്ളാഹിന്റെ മുന്നിൽ നിൽക്കണം എന്നുള്ള കാര്യം. നമ്മുടെ ഹൃദയം ഈ നിസ്കാരത്തിൽ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം കയറണം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പം അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണം എന്നുള്ള ആ കാര്യം മറക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടാൻ നോക്കിയാലേ ആ പഞ്ചസാര വീഴുമ്പോ എന്താ ഇടാൻ സ്ഥലം ഉണ്ടാവില്ല അല്ലെ? വെള്ളം കവിഞ്ഞു പോകും. ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന് സംഭവിക്കുന്നത്. നമ്മളെ ഹൃദയത്തിൽ നമ്മളെ ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, ആ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ദുനിയാവിലെ കാര്യങ്ങളാണ്. മറിച്ച് ഇതെല്ലാം ഒഴിവാക്കി ഇതൊക്കെ അള്ളാഹുവിലേക്ക് കൊടുത്തിട്ട്, ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ വെളിച്ചം മാത്രം മതി എന്റെ ഹൃദയത്തില് എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ഖുശൂ കിട്ടുന്നത്. ഹൃദയമില്ലാത്ത നിസ്കാരം ജീവനില്ലാത്ത ശരീരത്തെ പോലെയാണ് എന്നാ പറയുന്നത്. ഹൃദയം ഇല്ലെങ്കിൽ വെറും രൂപം മാത്രമായിരിക്കും. നിസ്കാരം എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിന്റെ ഭാഷയാണ് അല്ലെ? അള്ളാഹു നമുക്ക് സ്നേഹത്തോടെ തന്ന ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. ചില ആളുകൾ അള്ളാഹുവിനെ ഭയന്ന് നിസ്കരിക്കുന്നു, ചിലര് പ്രതിഫലം പ്രതീക്ഷിച്ച് നിസ്കരിക്കുന്നു. പക്ഷെ ഏറ്റവും ഉയർന്ന നില എന്ന് പറയുന്നത് സ്നേഹിച്ച് നിസ്കരിക്കല. റാബിയത്തുൽ അദവിയ റഹ്മുള്ള പറഞ്ഞതായി പ്രസിദ്ധമാണ്, ജന്നത്തിന് വേണ്ടി നരകഭയം കൊണ്ടുമല്ല അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനാലാണ് ഞാൻ ആരാധിക്കുന്നതെന്ന്. ഇത് ഇഹ്സാനിലേക്കുള്ള വാതിലാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ വിശ്രമ കേന്ദ്രമാണ്. അപ്പൊ എങ്ങനെയാണ്
എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ സ്നേഹിക്കണം? ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഈവൻ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, നമ്മുടെ ശ്വാസം, ഓരോ തവണ ശ്വാസം ഇടിക്കുന്നത്, ഓരോ തവണയും ഹൃദയം ഇടിക്കുന്നത്, നമ്മളെ രക്തം പമ്പ് ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മളെ മക്കള്, കുടുംബം, വീട്, ശ്വസിക്കുന്ന വായു തുടങ്ങി നമ്മളെ നമ്മൾ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്നത് ചുറ്റിപ്പറ്റി എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടേ ഒന്ന് ചിന്തിച്ചു നോക്കാം. അള്ളാഹു ഓക്സിജൻ നിർത്തലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? അല്ലെങ്കിൽ ഓക്കെ, ഹൃദയമിടിപ്പ് ഒരു 5 മിനിറ്റിന് നിൽക്കട്ടെ, ഇനി കുറച്ച് ഇരിക്കണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ആ ഹൃദയത്തെ ചലിപ്പിക്കാൻ കഴിവുള്ളവൻ ആരാണ്? സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്ക് ഹൃദയമിടിപ്പ് നിന്ന് കഴിഞ്ഞാല് നമ്മൾ എത്ര പൈസ മുടക്കേണ്ടി വരും? അപ്പം നമ്മൾ ഓരോ സമയത്തെ ഹൃദയമിടിപ്പിന് എത്രത്തോളം വാല്യൂ ഉണ്ട്? എത്ര രൂപയുടെ ഹൃദയമിടിപ്പാണ് നമ്മൾ മിടിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര രൂപയുടെ ശ്വാസമാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത്? ഇവൻ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലെ, ഉറങ്ങുന്ന സമയത്ത് നമ്മളെ തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ട്, ശ്വാസകോശം വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇതെല്ലാം ആരാണ് ചെയ്യിക്കുന്നത്? ഇതൊക്കെ ആരുടെ അനുഗ്രഹമാണ്? അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മള് മക്കൾക്ക്, ചെറിയ മക്കൾക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ആ മക്കള് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് എന്താവും? ദേഷ്യം വരും അല്ലേ? പക്ഷെ ഇപ്പം ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നടന്നാണ് ചോറ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നാ ഈ ചോറ് കഴിക്കണ്ട. പക്ഷെ അള്ളാഹു നമ്മളോട് അങ്ങനെ പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് പോലെയല്ല നിങ്ങളെ ജീവിക്കുന്നത്, എന്നാ പിന്നെ ഞാൻ തന്ന ഞാമത്തുകളൊക്കെ തിരിച്ചെടുക്കുന്നു എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം എന്നോ അവസാനിച്ചു പോയിരുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ചെയ്ത തെറ്റുകള്, നമ്മൾ അറിഞ്ഞോ അറിയാതെയും ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്. അതെല്ലാം അള്ളാഹു ഗോപ്യമായിട്ട് വെച്ചു, എന്ന് വെച്ചാൽ മറ്റൊരാളും അറിയാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ചെയ്ത തെറ്റുകൾ മുഴുവനും മറ്റെല്ലാവരും അറിയുന്ന രീതിയിലാണ് അള്ളാഹു നമ്മളെ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവുമായിരുന്നു? സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു നമ്മൾ നാണം കെടരുത് എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്, നമ്മൾ ഹിദായത്തിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അല്ലെ, അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഈവൻ നമ്മളെ ഇസ്ലാമാക്കി നമ്മളെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനുള്ള രീതിയിലേക്ക് എത്തിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മൾ ഓരോ കാര്യം, നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ചിന്തിക്കുക, അൽഹംദുലില്ലാ എനിക്ക് ഭക്ഷണം എത്തിച്ചത് കൊണ്ട്, ഈ പാത്രങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് കഴുകാൻ കഴിഞ്ഞത്, ഈ വീട് ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് വൃത്തിയാക്കാൻ കഴിയുന്നത്. വീടില്ലാത്ത എത്ര ആളുകളുണ്ട്? അപ്പൊ അൽഹംദുലില്ലാ. മക്കൾ ഉള്ളത് കൊണ്ടാണല്ലോ മക്കളെ കുറിച്ച് വേവലാതികൾ വരുന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ രീതിയില് എല്ലാ കാര്യത്തിലും അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കാം. നിസ്കാരം ഹൃദയത്തിന്റെ വിശ്രമ കേന്ദ്രമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന സാഹചര്യങ്ങൾ വന്നാല് നിസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബിലാലെ നിസ്കാരത്തിലൂടെ ഞങ്ങൾക്കൊന്ന് ആശ്വാസം നൽകുക, ആ ബാങ്ക് ഒന്ന് കൊടുക്കോ, ഇക്കാമത്ത് കൊടുക്കോ എന്ന് ബിലാലിനോ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ നിസ്കാരം ഒരു വിശ്രമ കേന്ദ്രമാണോ, ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഏരിയ ആണോ, അതോ നമ്മളെ നിസ്കാരം ഒരു ജോലിയാണോ? ഇനി നിസ്കരിക്കാനുണ്ട്, ഈ അടുക്കളപ്പണി മുഴുവൻ കഴിഞ്ഞിട്ട് ആ നിസ്കാരം കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാന? അത് തെറ്റാണ്. ആ നിസ്കാരത്തിലേക്ക് എത്തുന്നതാവണം നമ്മളെ സമാധാനം, അള്ളാഹുവായിട്ട് സംസാരിക്കുന്നതാവണം നമ്മളെ സമാധാനം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നമ്മളെ നമ്മുടെ ഉമ്മയെക്കാളും 70 ഇരട്ടി സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ മക്കളെ സ്നേഹിക്കുന്നതിന്റെ 70 ഇരട്ടി അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് നമ്മളെ ഉമ്മാന്റെ മടിയിൽ പോയി ഇരുന്നിട്ട് നമ്മളെല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാക്ക് ആ വിഷമങ്ങളൊന്നും തീർക്കാൻ കഴിയൂലെന്നറിയാം. എന്നാലും നമുക്ക് എല്ലാതും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളോട് പോയി പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സമാധാനായി അല്ലേ? അപ്പൊ ഒരു ആശ്വാസാണ്. അപ്പം എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിവുള്ള, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ കഴിവുള്ള
നമ്മളെ ഉമ്മാനേക്കാളും 70 ഇരട്ടി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പുറത്തു തരാൻ തയ്യാറായി നിൽക്കുന്ന, നിങ്ങളൊന്നിങ്ങോട്ട് തിരിച്ചു വന്നാ മതി, ഞാൻ നിങ്ങൾക്ക് എന്താ വെച്ചാ തരാം. ഇതാ നിങ്ങൾ ഇങ്ങോട്ടാണ് പോണ്ടത്, ഇതാണ് നമ്മുടെ വഴി, മറ്റേത് തീയിലേക്കാണ്, മക്കളെ അങ്ങോട്ട് പോവല്ലേ, എന്താ ഇവിടെയാണ് സ്വർഗം, ഈ രീതിയിലേക്ക് വായോ എന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുറാനിലൂടെ അള്ളാഹു സുബ്ഹാൻ അള്ളാഹ്. നമ്മളെ ദുആ ചെയ്യാൻ കൈകൾ ഉയർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹു അവിടെ ദുആ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മള് ദുആ അള്ളാഹു സ്വീകരിക്കാൻ ഓക്കെ ആവുന്ന സമയത്താണ് നമുക്ക് ദുആ ചെയ്യാൻ തോന്നുന്നത് തന്നെ. സുബ്ഹാൻ അള്ളാഹ്, ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, നമ്മളൊരു ഉം, നമ്മളെ ഒരു ആളെ ഉം, ഒരു മുതലാളിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും തരുന്നത്, എന്റെ ഭക്ഷണം, വസ്ത്രവും, എന്റെ താമസവും, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരു മുതലാളിയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് അഹങ്കരിക്കാം. ഓക്കെ, എന്റെ ഭക്ഷണം നല്ലതാണ്, എന്റെ വസ്ത്രം നല്ലതാണ്, എന്റെ കാറ് നല്ലതാണ്, വീട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ മുതലാളിന്റെ മുന്നിൽ എത്തുന്ന സമയത്ത് എന്താവും? ഞാൻ വെറും ദരിദ്രനാണ്. ഈ മുതലാളിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് ഇനി അടുത്ത മുന്നോട്ട് പോവാൻ. സുബ്ഹാനല്ലാഹ്. അതേ അവസ്ഥ തന്നെയാണ് നമ്മള് അള്ളാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്തും. നമ്മൾക്ക് മറ്റുള്ളവരോട് ഒരുപക്ഷെ നമ്മള് പറയുന്നുണ്ടാവും, ഇന്റെ ഭംഗി കണ്ടോ, ഇന്റെ പഠനം കണ്ടോ, ഇന്റെ കഴിവ് കണ്ടോ, ഇന്റെ അറിവ് കണ്ടോ, ഇന്റെ വീട്, വസ്ത്രം, വാഹനം, മക്കള്, ഇങ്ങനെ നമ്മള് പറയുന്നുണ്ടാവും. പക്ഷെങ്കിൽ ഇതെല്ലാം തരുന്ന അള്ളാന്റെ മുന്നിൽ എത്തുമ്പോ നമ്മൾ എന്തായി? വെറും അടിമകളായി. വെറും അടിമകൾ. അള്ളാഹു തരാതെ ഒരു നിമിഷം മുന്നോട്ട് പോവൂല. അള്ളാഹിന്റെ അനുഗ്രഹം, അള്ളാഹിന്റെ ഔദാര്യം ഇല്ലാതെ ഇനി മുന്നോട്ട് പോവാൻ എനിക്ക് കഴിയൂല. എന്റെ നിൽക്കാനുള്ള കഴിവ്, ഇരിക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് വരെ അള്ളാഹു തന്നാലേ മുന്നോട്ടുള്ളൂ. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ മുന്നിലാണ് പോയി നിൽക്കുന്നത്. അപ്പം ആ ഒരു അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താവും? അൽഹംദുലില്ലാ, എല്ലതും ചോദിച്ചു വാങ്ങാനുള്ള സമയമാണ്. നമ്മളെ അടുത്ത് വന്ന തെറ്റുകളൊക്കെ പൊറുത്തപ്പെടിയിച്ചിട്ട്, അല്ല അള്ളാഹു എനിക്ക് ഇങ്ങനെയൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്, എനിക്കറിയാം, പക്ഷെ ഇന്നലത്തേതിനേക്കാളും കൂടുതൽ ഇന്ന് എന്നെ നിന്നിലേക്ക് അടുപ്പിക്കണേ, ഇന്നത്തേതിനേക്കാൾ കൂടുതൽ നാളെ നിന്നിലേക്ക് അടുപ്പിക്കണേ. ഇതായിരിക്കണം നമ്മുടെ ദുആ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നിസ്കാരം ഒരു വിശ്രമമാണെന്നാ. നമ്മളോട് അള്ളാഹു നിങ്ങൾ 100ഓ 500ഓ റക്അത്ത് ദിവസം നിസ്കരിക്കണം എന്നാണോ പഠിപ്പിച്ചത്? അല്ല, മറിച്ച് എന്താ പഠിപ്പിച്ചേ? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോടീശ്വരനാവാനുള്ള വഴി പറയുന്നത്. എന്താ പഠിപ്പിച്ചേ? നിങ്ങള് ഹൃദയം അറിഞ്ഞ നിസ്കാരം നിസ്കരിക്കാൻ അല്ലേ? നിങ്ങൾ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ഒരുപാട് റക്അത്ത് നിസ്കരിക്കും എന്നല്ല പറയുന്നത്. നിസ്കരിക്കുന്ന 2 റക്അത്ത് ആയാലും അത് മനസ്സറിഞ്ഞ് ഹൃദയത്തോട് കൂടിയിട്ട് സാവധാനം, ഞാൻ ആരെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു പേടി ഭയത്തോട് കൂടിയിട്ട്, ആ വിനയത്തോട് കൂടിയിട്ട് ഹൃദയമറിഞ്ഞ് നിസ്കരിക്കാനാ പറയുന്നേ. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മനസ്സമാധാനം ഉണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ, നിങ്ങൾ അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണ് അത്. ശരിക്കും നമ്മളെ ഹൃദയത്തിന് ഒരു കാറ്റ് കിട്ടുക, കനം കുറയാ എന്നൊക്കെ പറയല്ലോ, ആ ഒരു അവസ്ഥയിലെത്തും ഇൻഷാ അല്ലാഹ്. സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, ഞാൻ നിസ്കരിക്കുന്നത് എന്റെ ശീലം കൊണ്ടാണോ, കുടുംബം പഠിപ്പിച്ചുകൊണ്ടാണോ, അള്ളാഹിനെ പേടിച്ചിട്ടാണോ, അതോ അള്ളാഹുവിനെ സ്നേഹം കൊണ്ടാണോ, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണോ? ഇന്നത്തെ ഫർള് നിസ്കാരത്തിന് മുമ്പ് 1 മിനിറ്റ് ഒന്ന് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് പറയാം, ഞാൻ ഇപ്പം ലോകങ്ങളുടെ രക്ഷിതാവിന്റെ മുന്നിൽ നിൽക്കാൻ പോവാണ്. അതുപോലെ നന്നായിട്ട് ശ്വാസം എടുക്കുക. അൽഹംദുലില്ലാഹ്. മെല്ലെ പുറത്തേക്ക് വിടുക. ആ പുറത്തേക്ക് അയക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഈ പുറത്തേക്ക് അയക്കുന്നതിന്റെ കൂടെ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപങ്ങളും നമ്മൾ ഒഴിവാക്കുന്നതായിട്ട്, എന്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതേപോലെ തന്നെ എന്റെ ചിന്തകളിലുള്ള തെറ്റുകൾ, ഇതെല്ലാം ഒഴിവാക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. അൽഹംദുലില്ലാഹ് പറയുന്ന സമയത്ത്, അള്ളാഹു എനിക്ക് എനിക്ക് ഈ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എന്നെ ഈ നിസ്കാരപ്പായിൽ എത്തിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ രീതിയിൽ കുറച്ച് സമയം ഹംദ് പറയാം, നന്ദി പറയാം. അള്ളാഹുവേ, എന്നെ നിസ്കരിക്കാൻ ഈ നിസ്കാരപ്പായിൽ എത്തിച്ചല്ലോ എന്നുള്ളതിന്. നമ്മൾ വുളൂ ചെയ്യുമ്പോൾ എന്തുണ്ട്? നമ്മളെ വുളൂ
തെറ്റുകളെല്ലാം പാപക്കറകളെല്ലാം ഒലിച്ചു പോകുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓരോ തെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മളെ ശരീരത്തിൽ പാപക്കറകൾ വീഴുന്നുണ്ട് എന്നുള്ളതും കൂടി ഉണ്ട്. നമ്മളെ ഹൃദയം കറുത്തു പോകുന്ന എന്തുകൊണ്ടാ? നമ്മളെ പാപക്കറകളാൽ ഹൃദയത്തിൽ ഓരോരോ പുള്ളികൾ വന്ന് അവസാനം കറുത്തു പോവാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല? അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് കയറാനുള്ള ഗ്യാപ്പില്ല അല്ലെ? അതുകൊണ്ടാണ് നിസ്കാരത്തിന് മുമ്പ് തൗബ ചെയ്തിട്ട് നിസ്കരിക്കാൻ പറയുന്നത്. അള്ളാഹുവെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും നീ എന്നെ ഇവിടെ എത്തിച്ചു, അൽഹംദുലില്ലാ. അള്ളാഹുവെ, ഞാൻ ചെയ്തു പോയ എന്റെ അടുത്തുനിന്ന് അറിഞ്ഞോ അറിയാതെയും വന്ന തെറ്റുകൾ പുറത്തു തരണം. ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോവൂല റബ്ബേ. നമ്മളെ ഉമ്മാനോട് തെറ്റ് ചെയ്യൂല ഉമ്മ എന്ന് പറഞ്ഞ് കരയുന്ന പോലെ അള്ളാഹുവിനോട് അപേക്ഷിക്കുക. പിന്നെ പറയാം അള്ളാഹു അക്ബർ. നിസ്കാരം എന്നെ സംബന്ധിച്ച് എന്താണ്? നിങ്ങൾ ജേണൽ എഴുതേണ്ട കാര്യങ്ങളാണ്. നിസ്കാരം എന്നെ സംബന്ധിച്ച് എന്താണ്? നിസ്കാരത്തെ കുറിച്ചുള്ള എന്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്തായിരുന്നു? അള്ളാഹുമായുള്ള എന്റെ ബന്ധം ഇപ്പോൾ എങ്ങനെയാണ്? നിസ്കാരത്തെ ഒരു മീറ്റിംഗ് ആയി കണ്ടാൽ എന്ന് മാറും. നിസ്കാരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കടമ പൂർത്തിയാക്കലല്ല, അള്ളാഹുവിനെ ഓർക്കുക, അവനോട് അടുക്കുക, അവനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. നിസ്കാരം എന്നത് ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ശരീരം ഭൂമിയിൽ ഉണ്ടെങ്കിലും നമ്മളെ ഹൃദയം അള്ളാഹുവിലേക്ക് ഉയരുന്നു. നിസ്കാരത്തിൽ നീ അള്ളാഹുവിനെ തേടാൻ തുടങ്ങുമ്പോൾ നിസ്കാരം ഒരു ബാധ്യതയിൽ നിന്ന് ഒരു പ്രണയ സന്ദർശനമായിട്ട് മാറണം. ഇൻഷാ അല്ലാ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം എന്റെ കണ്ണുകളുടെ കുളിർമയാണെന്നല്ലേ. നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണമാണ്. നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഓരോ ആയത്തിനും അള്ളാഹു മറുപടി നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ആയത്തിനും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു അതിനുള്ള മറുപടി അവിടെ മലക്കുകളോട് പറയും. ഓക്കെ, നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുമ്പോ തന്നെ അള്ളാഹു നമ്മളിലേക്ക് നോട്ടം തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഈ തഹജ്ജുദിന് വേണ്ടി എണീറ്റ് നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ദുആക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഏഴാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഇറങ്ങി വരുന്ന നമ്മള് ഒന്ന് 4 മണിക്ക് എണീറ്റ് നിസ്കരിക്കുന്ന സമയത്ത്, നിസ്കരിച്ച് ദുആ ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കാം. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു ഏഴാൻ ആകാശത്തേക്ക് ഇറങ്ങി വരിക തന്റെ സിംഹാസനത്തിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ ചോദിക്കുന്നത് തരാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു പറയുന്നുണ്ട്, എന്റെ ദാസൻ എന്നെ സ്തുതിച്ചു. ഇതേപോലെ അപ്പൊ എന്താണ്? നമ്മളെ ഒന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ എത്തുന്നുണ്ട്, മലക്കുകൾ അല്ലെ. അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന ആള് നിസ്കരിക്കുന്നുണ്ട്, ആബിദ് നിസ്കരിക്കുന്നുണ്ട്, മുഹ്സിന നിസ്കരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്, അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഇങ്ങനെ ചൊല്ലി പോകുന്നുണ്ട്. പക്ഷെങ്കില് മനസ്സിൽ ഇന്ന് വെച്ച് കറിയില്ലേ എത്ര ഉപ്പുണ്ട്, അല്ലെങ്കിൽ ആരോ പറഞ്ഞ പോലെ നാളെ ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, അവിടെ പോയാൽ എന്ത് സംഭവിക്കും, ഈ രീതിയിൽ മൈലാഞ്ചി ഇട്ടാ നല്ലതാവൂലെ, മറ്റേ കളർ എടുത്താലോ, ഇതാണ് ചിന്ത. അപ്പം മുകളിലുള്ള അള്ള എന്താ പറയാ? ഓന് ഇപ്പോഴും പഴയ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഓന്റെ കാര്യം ചിന്തിച്ച് നിൽക്ക, ഇന്നോ വർത്താൻ പറയാനൊന്നുമില്ല വന്നേ, വെറുതെ കാട്ടിക്കൂട്ടാനാ വന്നല്ലേ. ആ ഒരു അവസ്ഥയിൽ എത്തൂലേ. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള നിസ്കാരത്തിൽ നിന്നും അള്ളാഹുവിനെ ഓർത്തിട്ടുള്ള നിസ്കാരത്തിലേക്ക് അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളെ മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ദാസൻ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം സജദയിലാണെന്ന്. അതുകൊണ്ട് സജദയിൽ ദുആ വർദ്ധിപ്പിക്കാം. നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ളതാ. നിസ്കാരം അശ്ലീലതയിൽ നിന്നും തിന്മയിൽ നിന്നൊക്കെ നമ്മളെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഹങ്കാരം, അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തരും. ഓക്കെ, നമ്മൾ നിസ്കരിച്ച് കഴിയുന്നതോടുകൂടി നമ്മളെ ഹൃദയം ക്ലീൻ ആവും. ആ ക്ലീനായ ഹൃദയത്തിൽ വീണ്ടും ചപ്പുചവറുകൾ ഇടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അതേ രീതിയിൽ നമ്മൾ നിസ്കാരത്തിൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞാലും നമുക്ക് ആ ക്ലീനായ ഹൃദയത്തിലേക്ക് ഇനി അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും കറുത്ത പുള്ളി ഏൽക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അള്ളാഹു ആ രീതിയിലേക്ക് നമ്മുടെ നിസ്കാരങ്ങളെ മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യഥാർത്ഥ നിസ്കാരം മനുഷ്യനെ മാറ്റുന്നതാണ്. ഇന്നത്തെ ചെറിയ ചിന്ത, നിങ്ങൾ ഇന്ന് നിസ്കരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഞാൻ നിസ്കാരം
തീർക്കുകയാണോ അതോ അള്ളാഹുവിനെ കാണാൻ പോവാണോ എന്നുള്ളത്. ഓരോ നിസ്കാരത്തിന് മുമ്പ് 30 സെക്കൻഡെങ്കിലും നിർത്തുക, എന്നിട്ട് പറയാ ഇപ്പൊ ഞാൻ ലോകത്തിന്റെ രാജാവായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ പോകുന്നു. അതിന്റെ ശേഷം തെക്ബീർ പറയാ. നമ്മുടെ ഹൃദയം ഓണായതിനു ശേഷം മാത്രം തെക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാം. ഹൃദയം മനസ്സിലാക്കട്ടെ ഞാൻ അള്ളാഹുവിനോടാണ്. ബാക്കി എല്ലാത്തിനും സ്റ്റോപ്പായിട്ട് എല്ലാ കാര്യവും മെഹത്തിലെ ദുനിയാവിലെ എല്ലാ കാര്യവും അവിടെ നിൽക്കട്ടെ. ആ രീതിയിൽ നിർത്തിയിട്ട് ഹൃദയം റെഡി ആവുന്ന സമയത്ത് മാത്രം നിസ്കരിക്കാൻ ശ്രമിക്കുക. അള്ളാഹുമ്മ അന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. അള്ളാഹു എന്നെ സ്മരിക്കാനും നന്ദി ചെയ്യാനും മനോഹരമായി ആരാധിക്കാനും എന്നെ സഹായിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരം ഒരു കടമയായി കാണുന്നത് നിർത്തി ഒരു കൂടിക്കാഴ്ചയായി കാണാൻ തുടങ്ങുന്ന ദിവസമാണ് ഹൃദയം മാറി തുടങ്ങുന്നത്. ഇതിലൂടെയാണ് നമ്മുടെ ജീവിതം മാറുന്നത്. ഇൻഷാ അല്ലാ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരിക്കും നമ്മൾ ഇത്രയും കാലം നിസ്കരിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ ഹുഷു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഹുഷു എന്നത് ഒരിക്കലും നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ ഓൺ ആവുന്ന ഒരു സംഭവം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓഫാക്കി വീണ്ടും ഇഹലോകത്തിലേക്ക് ദുനിയാവിലേക്ക് തിരിയുന്ന ഒരു സംഭവമല്ല. ഓക്കെ, ഇവരെയുള്ളതില് പലതും ഞാൻ ഇന്നലത്തെ ആ ഒരു ലൈവ് ക്ലാസ്സിൽ പറയാത്തതാവും, അല്ലെങ്കിൽ ഞാൻ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ട് മുഴുവനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പോയിന്റ്സ് മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ളതിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം ലൈവ് ക്ലാസ്സും ഇതും വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അത് പൊരുത്തപ്പെട്ട് തരാം. മാക്സിമം രണ്ടെണ്ണത്തിലും പോയിന്റുകൾ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ വരും ക്ലാസ്സുകളിലൂടെ നമുക്ക് കൂടുതൽ ഖുശൂഉള്ള നിസ്കാരത്തിലേക്ക് എത്തിച്ചേരാം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാ ഈ ഒരു ക്ലാസ്സിൽ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സമയം വൈകിട്ടില്ല, എന്നെ അറിയിക്കുക. വെറും 100 രൂപയ്ക്കാണ് 12 ദിവസത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു നല്ലൊരു ഓഫറാണ്. ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ നിസ്കരിക്കാനും ഖുശൂഅോടുകൂടി നിസ്കരിക്കാനും അള്ളാഹുവിനെ അടുത്തറിയുന്ന രീതിയിൽ നിസ്കരിക്കാനൊക്കെയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.